ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ തെർമൽ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റിനെ കുറിച്ചാണ് മക്കളെ. ഹീറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു ബോഡീസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കാരണം ഹീറ്റ് രണ്ട് ബോഡികൾക്കിടയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയുടെ ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഹീറ്റ് എന്ന് പറഞ്ഞു വിളിക്കുന്നത്. കേട്ടോ, അതിന്റെ യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ പറയുന്നു. അതിന്റെ യൂണിറ്റുകൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് മക്കളെ ജൂളാണ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി കലോറിയും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ കലോറി നമ്മുടെ ഹീറ്റിന്റെ യൂണിറ്റ് ആയിട്ട് പറയാറുണ്ട്. ഈ കലോറിയുടെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ, കാരണം അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. കലോറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram വാട്ടർ. 1 gram വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 14.5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 15.5 ഡിഗ്രി സെൽഷ്യസ്. ആ റേഞ്ച് ഒന്ന് ആലോചിച്ചോ കേട്ടോ. 14.5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 15.5 ഡിഗ്രി സെൽഷ്യസ്, അതായത് 1 ഡിഗ്രി സെൽഷ്യസിന്റെ ഇൻക്രീസ് 1 gram വാട്ടറിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ് calorie. So calorie is the amount of heat required to raise the temperature of 1 gram water from 40.5 degrees Celsius to 15.5 degrees Celsius. മക്കളെ, ഒരു കലോറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ്. അപ്രോക്സിമേറ്റ്ലി 4.2 ജൂൾസ് എന്ന് നമുക്ക് എഴുതാം ഒരു കലോറി എന്ന് പറയുമ്പോൾ. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചു വെച്ചോളൂ. അതിന്റെ കലോറിയുടെ ഡെഫിനിഷൻ ഒന്ന് ഓർമ്മിച്ചു വെക്കാം കേട്ടോ. 14.5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 15.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് 1 gram വാട്ടറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ട ഹീറ്റ് ആണ് കലോറി. റൈറ്റ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് മക്കളെ സ്പെസിഫിക് ഹീറ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ അത് നമുക്ക് പറയാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി. Specific heat capacity C. മക്കളെ, എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of 1 kilogram substance, അല്ലെ, 1 kilogram substance by 1 degree or 1 Kelvin. 1 degree Celsius or 1 Kelvin. അപ്പൊ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ. യെസ്, 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ, ശ്രദ്ധിച്ചോട്ടെ മക്കളെ, 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ, 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സി. 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താൻ വേണ്ട ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഈക്വൽ ടു നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ മക്കളെ, ഹീറ്റ് ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈക്വൽ ടു ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ഡെൽറ്റ ടി. മക്കൾ അതിന്റെ യൂണിറ്റ് വരുമ്പോൾ ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, കെൽവിൻ ആണ്, ഡെൽറ്റ ടിയുടെ യൂണിറ്റ്. അപ്പോ നമ്മുടെ SI യൂണിറ്റ് വരുന്നത് സ്പെസിഫിക് ഹീറ്റിന്റെ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വരുന്നത്. മക്കളെ, ഇതിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ M ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് നമുക്ക് ഹീറ്റ് കിട്ടും. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് M മാസുള്ള ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ട ഹീറ്റ് ആണ് MC ഡെൽറ്റ ടി. സോ ഇറ്റ് ഈസ് എ ഹീറ്റ് required to raise the temperature of n kilogram substance. കേട്ടോ മക്കളെ, n kilogram substance by delta t ഡിഗ്രി. അപ്പൊ ഡെൽറ്റ ടി ടെമ്പറേച്ചർ കൂട്ടാൻ, m മാസുള്ള ഒരു സബ്സ്റ്റൻസിന് നമുക്ക് എത്ര ഹീറ്റ് കൊടുക്കേണ്ടി വരും മക്കളെ? MC ഡെൽറ്റ ടി എന്നുള്ള ഹീറ്റ് കൊടുക്കേണ്ടി വരും. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം മക്കളെ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ 4186 ആണ്. കേട്ടോ, ഇറ്റ് ഈസ് ഈക്വൽ ടു 4200 നേടാം അപ്രോക്സിമേറ്റ്ലി. കേട്ടോ, 4200 എഴുതിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിൽ പറയുകയാണെങ്കിൽ അത് 1 കാലറി പെർ ഗ്രാം ഡിഗ്രി അല്ലെങ്കിൽ കെൽവിൻ.
1 calorie per gram degree Celsius. കേട്ടോ. അപ്പൊ കാലറിയിലും ഗ്രാമിലാണ് വന്നിരിക്കണമെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്. ശ്രദ്ധിച്ചോളൂ. കാലറിയിലും ഗ്രാമിലാണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്. SI യൂണിറ്റ് പ്രകാരം അത് 4200 ആണ് ജൂൾ പെർ കിലോഗ്രാം. ഗ്രാമിലും കാലറിയിലാണെങ്കിൽ അത് 1 കാലറി മതി 1 ഗ്രാമിന്. കേട്ടോ. അതാണ് അതിന്റെ അർത്ഥം. 1 ഡിഗ്രി സെൽഷ്യസ് 1 ഗ്രാമിന് കൂട്ടാൻ 1 കാലറി മതി. അപ്പൊ 1 കാലറി പെർ ഗ്രാം കെൽവിനിലാണെങ്കിൽ അത് 1 ആണ് അതിന്റെ വാല്യൂ വരുന്നത്. കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇനി സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം മക്കളെ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി അങ്ങനെയാണോ ഓർമ്മിച്ചു വെക്കുക. കേട്ടോ. വാട്ടറിന്റെ പകുതിയാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ 2100 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലെങ്കിൽ 0.5 കാലറി പെർ ഗ്രാം കെൽവിൻ. അപ്പോ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റിന്റെ പകുതിയാണ് എന്ത് വരിക, ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് വരിക. അപ്പൊ വാട്ടറിന്റെയും ഐസിന്റെയും ആണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള സ്പെസിഫിക് ഹീറ്റുകൾ. ഇതെന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യൂണിറ്റ് നോട്ട് ചെയ്യുക, ഇക്വേഷൻ നോട്ട് ചെയ്യുക. റൈറ്റ്, ഒന്ന് നോട്ട് ചെയ്തോളൂ മക്കളെ. ഗ്യാസിനെ സംബന്ധിക്കുകയാണെങ്കിൽ, ഗ്യാസ് ആണ് നമ്മുടെ മെറ്റീരിയൽ എങ്കിൽ ഈ ഗ്യാസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 2 ടൈപ്പ് സ്പെസിഫിക് ഹീറ്റുകൾ ഉണ്ട്. അതെങ്ങനെയാ വരാന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. 2 ടൈപ്പ് സ്പെസിഫിക് ഹീറ്റുകൾ ഉണ്ട് ഫോർ ഗ്യാസ്. അപ്പോ ഗ്യാസിലുള്ള 2 ടൈപ്പ് സ്പെസിഫിക് ഹീറ്റുകൾ. ഒന്ന് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോള്യം. കേട്ടോ, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോള്യം. 2 മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതാണ് 2 ഗ്യാസിനെ സംബന്ധിച്ചുള്ള 2 മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. അപ്പൊ എന്താ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ്. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് the temperature of 1 mole gas. മക്കളെ ശ്രദ്ധിച്ചോളൂ, 1 മോൾ ആണ്, 1 കിലോഗ്രാം അല്ല. ഇവിടെ മോളാർ എന്നുള്ള വാക്ക് കണ്ടില്ലേ, വെറും സ്പെസിഫിക് ഹീറ്റ് അല്ല, മോളാർ ആണ്. സോ 1 മോൾ ഗ്യാസ്, കാരണം 1 കിലോഗ്രാം ഗ്യാസിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് 1 മോൾ ഗ്യാസ്. സോ 1 മോൾ ഗ്യാസ് ബൈ എത്ര ഡിഗ്രി മക്കളെ, 1 ഡിഗ്രി സെൽഷ്യസ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം. വോള്യം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് 1 മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട ഹീറ്റ് ആണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോള്യം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ CV. ക്ലിയർ അല്ലേ? ഇനി വാട്ട് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എഴുതാം. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു increase the temperature of എത്ര മോൾ സബ്സ്റ്റൻസ് മക്കളെ, എത്ര മോൾ ഗ്യാസ്, 1 മോൾ ഗ്യാസ് ബൈ എത്ര ഡിഗ്രി, 1 ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ ബൈ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോ കോൺസ്റ്റന്റ് പ്രഷർ ആണ് CP എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോ കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ട് 1 മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട ഹീറ്റ് ആണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ CP എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റന്റ് വോള്യം, അത് കോൺസ്റ്റന്റ് പ്രഷർ. 1 മോൾ ഗ്യാസ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മേയേഴ്സ് ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. CP minus CV equal to R. ഇതുകൂടി നോക്കി വെച്ചോളൂ. CP minus CV equal to R, where R is a universal gas constant. 8.314 is a value അല്ലെ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് 8.314. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ CP by CV equal to gamma. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൈനറ്റിക് തിയറിയിൽ പഠിക്കാം. അപ്പൊ ഗ്യാസ് ആണ് വരുന്നതെങ്കിൽ സാധാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ല, പകരം മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് ഗ്യാസിനെ സംബന്ധിച്ച്. കേട്ടോ, അത് 2 രീതിയിൽ വരുന്നുണ്ട് മക്കളെ. കോൺസ്റ്റന്റ് വോള്യത്തിലും വരുന്നുണ്ട്, കോൺസ്റ്റന്റ് പ്രഷറിലും വരുന്നുണ്ട്. കോൺസ്റ്റന്റ് വോള്യത്തിലാണെങ്കിൽ അത് CV, കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ അത് എന്താണ് മക്കളെ, CP ആണ് CV യേക്കാൾ എന്തായാലും കൂടുതൽ നിൽക്കുക. CP minus CV equal to R, CP by CV equal to gamma. റൈറ്റ്, ഇതൊന്ന് നോട്ട് ചെയ്തോളൂ ഗ്യാസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങള്. റൈറ്റ്, യെസ്. അടുത്തത് മക്കളെ വാട്ടർ ഇക്വലന്റ് എന്നാണ്. വാട്ടർ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഉപയോഗം പറഞ്ഞുതരാം. അതായത് ഇപ്പോ വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം 4200 ആണ്. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഈ വെള്ളത്തിനെ ഒരു കോപ്പർ വെസലിനുള്ളിൽ എടുത്തു.
ഇപ്പോ 150 ഗ്രാം വെള്ളം എന്ന് വിചാരിക്കാം മക്കളെ, ഒരു പ്രോബ്ലത്തിന്റെ രീതിയിലാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. 150 ഗ്രാം വെള്ളം ഉണ്ട്. അപ്പൊ 150 ഗ്രാം വെള്ളത്തിന് എന്തെടുത്തു മക്കളെ, ഒരു കോപ്പർ വെസലിന്റെ ഉള്ളിൽ എടുത്തു കേട്ടോ. അപ്പോ ഈ കോപ്പർ വെസലിന്റെ വാട്ടർ ഇക്വലന്റ് 100 ഗ്രാം എന്ന് തന്നു. സോ വാട്ടർ ഇക്വലന്റ് ഓഫ് ദിസ് കോപ്പർ വെസൽ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ മക്കളെ, ഈ കോപ്പർ പാത്രം എന്ന് പറയുന്നത് 100 ഗ്രാം വെള്ളത്തിന് സമമാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ കോപ്പർ വെസലിന് നമ്മൾ ഹീറ്റ് കൊടുത്തു. മക്കളെ ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഈ കോപ്പർ വെസലിന് കുറച്ച് ഹീറ്റ് കൊടുത്തു. അപ്പൊ കോപ്പർ വെസലിന് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പർ വെസലിന്റെ ടെമ്പറേച്ചർ കൂടും അല്ലെ, ഒരു ഡെൽറ്റ ടി റൈസ് ടെമ്പറേച്ചർ നടത്തും. മക്കളെ അതേ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് കോപ്പറിന് നമ്മൾ കോപ്പർ പാത്രത്തിന് കൊടുത്ത അതേ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് അത് കൊടുത്തിട്ട് അതേ സെയിം എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എത്ര വെള്ളം എടുക്കണം കേട്ടോ. ഒരേ ഹീറ്റ് കോപ്പറിന് ഇത് ഒരു എക്സാമ്പിൾ വെച്ചാൽ പറയണേ, കോപ്പർ പാത്രത്തിന് നമ്മളൊരു ഹീറ്റ് കൊടുത്തു. കോപ്പർ പാത്രത്തിന്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നു എന്ന് വിചാരിക്കാം ഒരു ഹീറ്റ് കൊടുത്തപ്പോ. അതേ ഹീറ്റ് നമ്മൾ വെള്ളത്തിന് കൊടുത്തിട്ട് അവിടെയും 20 ഡിഗ്രി സെൽഷ്യസ് ഉയരാൻ എത്ര വെള്ളം വേണം? സോ ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെ, അത് വെള്ളത്തിന്റെ എമൗണ്ട് ആണ്. അത് മക്കളെ വെള്ളത്തിന്റെ എമൗണ്ട് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? ഇതേ ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാവാൻ, മറ്റു സബ്സ്റ്റൻസിലുണ്ടായ അതേ ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാവാൻ ഒരേ ഹീറ്റ് കൊടുത്തിട്ട് ഒരേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എത്ര വെള്ളം വേണം? അതാണ് വാട്ടർ ഇക്വലന്റ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കോപ്പർ വെസലിന്റെ വാട്ടർ ഇക്വലന്റ് 100 ഗ്രാം എന്ന് പറയുമ്പോൾ എന്താർത്ഥം മക്കളെ, ഈ കോപ്പർ വെസൽ എന്ന് പറയുന്നത് 100 ഗ്രാം വെള്ളത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർ വെസൽ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 100 ഗ്രാം വെള്ളമായിട്ട് അതിനെ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ നോക്കിയേ, 150 ഗ്രാം വെള്ളം കോപ്പർ വെസലിനുള്ളിലുണ്ട്. ഈ കോപ്പർ വെസലിന്റെ ഈ വാട്ടർ ഇക്വലന്റ് എന്താണ് മക്കളെ? 100 ഗ്രാം എന്ന് തന്നു കഴിഞ്ഞാൽ തലയ്ക്ക് അറിവുള്ളവർ, അതായത് ഇതിനെക്കുറിച്ച് വാട്ടർ ഇക്വലന്റിനെ കുറിച്ച് അറിവുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 150 ഗ്രാം വെള്ളം ഉള്ളിലുണ്ട്, കോപ്പർ വെസലിന്റെ വാട്ടർ ഇക്വലന്റ് 100 ആണ്. സോ അവരെടുക്കും 250 ഗ്രാം വെള്ളത്തിന് തുല്യമാണ് ഈ കേസ്. ശരിയല്ലേ? 150 ഗ്രാം ഉള്ളിലുണ്ട്. ഈ പാത്രം എന്ന് പറയുന്നത് 100 ഗ്രാം വെള്ളത്തിന് ഈക്വലന്റ് ആണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഒരു സബ്സ്റ്റൻസിന് പകരം നമ്മൾ വെള്ളം എഴുതണമെങ്കിൽ വെള്ളത്തിലേക്ക് മാറ്റുക. നമ്മൾ ആ സബ്സ്റ്റൻസിന്റെ അതേ ഹീറ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിലേക്ക് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് മക്കളെ എന്ത്? വാട്ടർ ഈക്വലന്റ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മക്കളെ, വാട്ടർ ഈക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാക്കുന്ന സെയിം ഹീറ്റ് കൊടുത്തിട്ട് സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കാൻ എത്ര വെള്ളം വേണം? അതാണ് മക്കളെ എന്ത്? വാട്ടർ ഈക്വലന്റ് എന്ന് നമുക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഈ പാത്രത്തിന്റെ വാട്ടർ ഈക്വലന്റ് 100 ആണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം മക്കളെ? ആ പാത്രം 100 ഗ്രാം വെള്ളത്തിന് തുല്യമാണ്. അപ്പൊ ആ പാത്രത്തിന് നിങ്ങൾക്ക് ഒഴിവാക്കി 100 ഗ്രാം വെള്ളം അതിന് പകരം വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ പ്രോബ്ലം കുറച്ചുകൂടി എന്ത് ചെയ്യാൻ വേണ്ടിട്ട്, എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? വാട്ടർ ഈക്വലന്റ് എന്നുള്ള ടേം കൊണ്ടുവരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി വാട്ടർ ഈക്വലന്റിനെ നമുക്ക് ഇക്വേഷൻ എഴുതണമെങ്കിൽ വാട്ടർ ഈക്വലന്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ by specific heat capacity of water. ഇതാണ് വാട്ടർ ഇക്വലന്റിന്റെ ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ ഒന്നും ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ ഒരു പാത്രത്തിന്റെ വാട്ടർ ഇക്വലന്റ് 200 ഗ്രാം ആണെന്ന് അർത്ഥം മക്കളെ, ആ പാത്രത്തിന് പകരം 200 ഗ്രാം വെള്ളം എടുത്ത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ആ പാത്രത്തിന് പകരം 200 ഗ്രാം വെള്ളം എടുത്തിട്ട് പ്രോബ്ലം ചെയ്യാം. ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വലിയ കാര്യമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻ ഒന്നും നോക്കാറില്ല. അപ്പോ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാണ് മക്കളെ വാട്ടർ ഈക്വലന്റ്. നോട്ട് ചെയ്തോളൂ. മക്കളെ ഇനി നമുക്ക് അടുത്തത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറയാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ കയ്യിലൊരു ഐസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്റെ കയ്യിലൊരു ഐസ് ഉണ്ട്. ഐസ് -19 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസാന്ന് വിചാരിക്കാം. അപ്പൊ -19 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് എന്നിലുണ്ട്. ഇപ്പൊ നമ്മുടെ സാധാരണ ഇപ്പോ ഐസ്ക്രീം ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ അത് -90 -18 റേഞ്ചിലേക്കൊക്കെ പോകും. അപ്പൊ -18 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ഐസ് എന്റെ കയ്യിലുണ്ട്.
ഞാനത് ചൂടാക്കുന്നു എന്ന് വിചാരിക്കുക. മക്കളെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഐസിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും അല്ലെ. -19 നിന്ന് 18 ആവും, -17, -15 അങ്ങനെ കൂടി -8, -7, -7, -6, -5, -4, -3, -2, -1, 0. അപ്പൊ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി മക്കളെ -19 നിന്ന് തുടങ്ങിയ ഐസിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി 0 എത്തിക്കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 0 എത്തിക്കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യും. അങ്ങനെ ഐസ് ഉരുകി വെള്ളമാവാൻ തുടങ്ങും മക്കളെ അല്ലെ, വെള്ളമാവാൻ തുടങ്ങും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കാന്ന് വിചാരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഐസ് 0 ഐസിന്റെ ടെമ്പറേച്ചർ 0 എത്തിയപ്പോൾ അതിങ്ങനെ ഉരുകാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഐസ് ഉരുകുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് കേട്ടാ. അപ്പൊ ഐസ് 0 ഡിഗ്രിയിൽ ഉരുകി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യില്ല, കുറച്ച് നേരത്തേക്ക് ടെമ്പറേച്ചർ കൂടില്ല. അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റൗവിന്റെ മുകളിൽ വെച്ചെന്നിരിക്കും നമ്മളിങ്ങനെ ചൂടിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചൂട് മൊത്തം ഹീറ്റ് മൊത്തം ഐസ് ഉരുകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും മക്കളെ, യൂസ് ചെയ്യും. അങ്ങനെ ഇതിന്റെ ഉള്ളിലുള്ള അവസാനത്തെ തരി ഐസ് ഉരുകുന്നത് വരെ അത് 0 ഡിഗ്രിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കണം, ഞാൻ എന്ത് ചെയ്തു, ആദ്യം എന്തെടുത്തു, ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഐസ് എടുത്തു. മക്കളെ ഐസ് എത്രയാ? -19 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ്. ഞാൻ അതിനെ ഹീറ്റ് ചെയ്തു വിചാരിക്കാം. ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും മക്കളെ, ഇതിങ്ങനെ -19 ഇങ്ങനെ കൂടി വന്ന് 0 ഡിഗ്രി സെൽഷ്യസ് എത്തും. 0 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ഐസ് ഉരുകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ട, ഞാൻ ഹീറ്റിംഗ് നിർത്തിയിട്ടില്ല, ഐസ് ഉരുകാൻ തുടങ്ങും. അപ്പൊ ഐസ് ഉരുകുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാലോ, നമ്മൾ കണ്ടുണ്ടാവും കുറച്ച് വെള്ളം ഉണ്ടാവും, അതിൽ കുറച്ച് ഐസ് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഐസ് ഇങ്ങനെ ഉരുക്കി വെള്ളവും ഐസും രണ്ടും ചേർന്നിട്ടുള്ള ഒരു ഇത് വരും. അപ്പൊ കുറച്ച് വെള്ളം ഉണ്ടാവും, അതിന്റെ മുകളിൽ ഐസ് ഉണ്ടാവും. അപ്പോഴും ഇവിടുത്തെ ടെമ്പറേച്ചർ മക്കളെ 0 ഡിഗ്രി. നമ്മൾ വീണ്ടും ഹീറ്റ് കൊടുക്കുക. അപ്പൊ ഹീറ്റ് കൊടുത്തതിന്റെ പേരിൽ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, കൂടുന്നില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ, ഐസ് ഉരുകാൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇവിടുത്തെ അവസാനത്തെ തരി ഐസ് എന്ത് ചെയ്തതിന് ശേഷം ഉരുകി കഴിഞ്ഞ് എല്ലാ ഐസും എന്ത് ചെയ്യുന്നു മക്കളെ, ഉരുകി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുക, ഇവിടുത്തെ ടെമ്പറേച്ചർ 0 നിന്ന് കൂടാൻ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി 10 20 30 40 50 60 70 80 90 100 എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 100 എത്തിക്കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും, ബോയിലിംഗ് പോയിന്റ് എത്തും. ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വെള്ളം എന്തായിട്ട് മാറും മക്കളെ, വെള്ളം സ്റ്റീം ആയിട്ട്, വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ തുടങ്ങും. ശരിയല്ലേ, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറാൻ തുടങ്ങും, സ്റ്റീം ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ സ്റ്റീം ആയിട്ട് മാറുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തായിട്ട് മാറണേ മക്കളെ, വെള്ളം സ്റ്റീം ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഫിസിക്കൽ സ്റ്റേറ്റിന്, അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞു, വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, സ്റ്റവ് ഓൺ ആക്കി കുറെ അധികം ഹീറ്റ് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊടുത്താലും അതിന്റെ ടെമ്പറേച്ചറിൽ എന്ത് വരില്ല മക്കളെ, മാറ്റം വരില്ല. വരുമോ? ഇല്ല. ടെമ്പറേച്ചർ എപ്പോഴും എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തായിട്ട് മാറും മക്കളെ, ഹീറ്റ് മൊത്തം എന്തിനു വേണ്ടി യൂസ് ചെയ്യും, ആ അവസ്ഥ മാറാൻ വേണ്ടി യൂസ് ചെയ്യും. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടി യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്, ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് കേട്ടോ. അപ്പൊ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് ഐസ് മെൽറ്റ് ആവുന്നു. സോളിഡ് ആയിട്ടുള്ള ഐസ് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിലേക്ക് മാറുന്നു. അങ്ങനെ മാറുന്ന പ്രോസസ്സിൽ ടെമ്പറേച്ചർ മാറിയോ ഇല്ല. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, അങ്ങനെ ആ ഫിസിക്കൽ സ്റ്റേറ്റിൽ ചേഞ്ച് വരുത്താനാണ് യൂസ് ചെയ്തത് അല്ലെ. അങ്ങനെ എല്ലാ ഐസും വെള്ളമാകുന്നത് വരെ അവിടുത്തെ ടെമ്പറേച്ചറിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ ഐസും വെള്ളമായതിനു ശേഷം പിന്നെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടി 10 20 30 40 50 60 70 80 90 എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്തില്ല, ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവില്ല. കാരണം പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇവരുടെ ലിക്വിഡിലുള്ള വെള്ളം എന്തായി മാറാൻ, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സ്റ്റീമിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട് മക്കളെ, -19 ആരംഭിക്കുന്നു. അപ്പൊ ഇത് ടെമ്പറേച്ചർ ആണ് കേട്ടോ, y ആക്സിസിലെ ടെമ്പറേച്ചർ ആണ്, x ആക്സിസിലെ ടൈം ആണ്. -19 ആരംഭിച്ച കുറച്ച് സമയത്തേക്ക് എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടി ഇവിടെ 0 ഡിഗ്രിയിലെത്തും. 0 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും, ആ സമയത്ത് ഒരു സ്റ്റോപ്പ് ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം കൺവേർട്ട് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്, ഫിസിക്കൽ സ്റ്റേറ്റ് മാറ്റാൻ. സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഐസിനെ ലിക്വിഡ് ആയിട്ടുള്ള വെള്ളമാക്കി ഉരുക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നേരത്തേക്ക് എന്ത് സംഭവിക്കും മക്കളെ, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. കുറച്ച് നേരത്തേക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഈ പ്രോസസ് ആണ് മെൽറ്റിംഗ് കേട്ടോ, ശ്രദ്ധിച്ചില്ലേ, ഈ പ്രോസസ് മെൽറ്റിംഗ്. അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് സംഭവിക്കും മക്കളെ, ഇതിങ്ങനെ കൂടി അല്ലെ, വീണ്ടും ഇങ്ങനെ കൂടി എവിടെ വരെ കൂടുന്ന പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുന്ന പറഞ്ഞത്. അങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് അത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. ഇതാണ് ബോയിലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്. ഇവാപറേഷൻ എന്ന് പറയാം, ഇവാപറേഷൻ എന്ന് പറയാൻ പാടില്ല, ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ
സോ ബോയിലിംഗ് എന്ന പ്രോസസ്സ് നടക്കും. അപ്പോ ഫേസ് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ എന്താണ് മക്കളെ, സോളിഡ് എന്തായിട്ട് മാറാ ചെയ്യണേ, ലിക്വിഡ് ആയിട്ട് മാറാ ചെയ്യണേ. ഇവിടെ എന്താ ചെയ്യണേ, ലിക്വിഡ് എന്താ ചെയ്യണം, ഗ്യാസ് ആയി മാറാ ചെയ്യണേ. അപ്പൊ ഫേസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊന്നും ടെമ്പറേച്ചറിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യണേ. ആ സമയത്ത് ഫേസിലെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫേസിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ലാറ്റന്റ് ഹീറ്റ്. സോ വാട്ട് ഈസ് ലാറ്റന്റ് ഹീറ്റ്? ലാറ്റന്റ് ഹീറ്റ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, it is the amount of heat required to, അല്ലെ, it is the amount of heat required to change the state of, അവസ്ഥ മാറ്റാം കേട്ടോ, അവസ്ഥ മാറ്റാം, സ്റ്റേറ്റ് ഓഫ് 1 kilogram സബ്സ്റ്റൻസ്. മക്കളെ 1 kilogram സബ്സ്റ്റൻസിന്റെ അവസ്ഥ മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ആണ് ലാറ്റന്റ് ഹീറ്റ്. എന്താ സ്പെസിഫിക് ഹീറ്റ്? 1 kilogram സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ഹീറ്റ് കേട്ടോ. 1 kilogram സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 degree കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടാ ചെയ്യാ. ലാറ്റന്റ് ഹീറ്റ് എന്താ ചെയ്യാ മക്കളെ? ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ് ചെയ്യാ മക്കളെ? ചേഞ്ച് ചെയ്യാണ് ചെയ്യാ. സോ ലാറ്റന്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ്. മാസിനെ എടുത്തു കഴിഞ്ഞാൽ മക്കളെ മാസ് ഇൻടു ലാറ്റന്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റിന് വരും. ലാറ്റന്റ് ഹീറ്റിന്റെ യൂണിറ്റ് വരിക ജൂൾ പെർ കിലോഗ്രാം ആണ് കേട്ടോ. ലാറ്റന്റ് ഹീറ്റിന്റെ യൂണിറ്റ് വരിക ജൂൾ പെർ കിലോഗ്രാം ആണ്. ലാറ്റന്റ് ഹീറ്റ് ഹീറ്റ് എത്ര മാസ് ഉള്ള ഒരു ബോഡിയുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ട ഹീറ്റ് വെച്ച് കഴിഞ്ഞാൽ മാസ് ഇൻടു ലാറ്റന്റ് ഹീറ്റ് ചെയ്താൽ മതി. സോ വാട്ട് ഈസ് ദിസ് ഹീറ്റ്? ദിസ് ഈസ് എ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് n kilogram substance. കേട്ടോ, n kilogram സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ട ഹീറ്റ് ആണ് മാസ് ഇൻടു ലാറ്റന്റ് ഹീറ്റ്. ക്ലിയർ ആയില്ല മക്കളെ? ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് മെൽറ്റിംഗ്, ഇത് ബോയിലിംഗ്, അവിടെ ടെമ്പറേച്ചറിൽ എന്ത് വരില്ല, മാറ്റം വരുന്നില്ല. യെസ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് പറയാനുള്ളത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. രണ്ട് ടൈപ്പുള്ള ലാറ്റന്റ് ഹീറ്റ് കേട്ടോ, അതും കൂടി പറയാം. ആദ്യം നമ്മൾ പറയുന്നത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. മക്കളെ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ. ഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉരുക്കുക. ആരിലേക്ക് മാറ്റാം മക്കളെ? സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഫ്യൂഷൻ. സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റുക. സോ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, it is the amount of heat required to convert. മക്കളെ നോക്കി വെച്ചോളൂ, convert 1 kilogram solid substance into 1 kilogram solid substance into liquid state. അപ്പോ 1 kilogram സോളിഡിനെ ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ട സംഭവമാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, LF എന്ന് പറയാം കേട്ടോ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കേട്ടോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LF ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ മക്കളെ? ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ്. മാസിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മാസ് ഇൻടു LF ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഹീറ്റ് കിട്ടും. മാസ് ഇൻടു LF ചെയ്താൽ നമുക്ക് ഹീറ്റ് കിട്ടും. അപ്പൊ എത്ര ഹീറ്റ് വേണം? m മാസിലൊരു സബ്സ്റ്റൻസിനെ, സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ അത്രയും ഹീറ്റ് മതി. എത്ര ഹീറ്റ് മതി? m ഇൻടു LF. സോ m ഇൻടു LF is the heat required to convert 1 kilogram അല്ല, m kilogram, m into LF എന്നല്ല, n kilogram solid into liquid. അപ്പൊ ഈ കൺവേർഷൻ നടക്കുന്നത് അറ്റ് മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ. അത് നമ്മൾ പറയാൻ വിട്ടുപോയി. മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ് ഈ കൺവേർഷൻ നടക്കുക. അപ്പൊ എന്താ മെൽറ്റിംഗ് പോയിന്റ്? അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മെൽറ്റിംഗ് പോയിന്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആർ അറ്റ് ഇക്വിലിബ്രിയം. അതുകൊണ്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ at which liquid state and solid state are at equilibrium. അതായത് മക്കളെ ലിക്വിഡ് സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുക മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുക. ഐസിന്റെ കാര്യത്തിലും വാട്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് 0 ഡിഗ്രിയാണ് കേട്ടോ. ഐസിന്റെ കാര്യത്തിൽ അത് 0 ഡിഗ്രിയാണ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രിയിലാണ്
അവരുടെ ഒരു ഇക്വിലിബ്രിയം ഫോം ചെയ്യുക. എന്താ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും നമ്മൾ ഇക്വിലിബ്രിയം ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ 0 ഡിഗ്രിയിൽ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറും ചെയ്യും, ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറും ചെയ്യും. ഐസ് വെള്ളമായി മാറുന്നതും തിരിച്ച് വെള്ളം ഐസ് ആവുന്നതും 0 ഡിഗ്രിയാണ്. അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും നമ്മൾ എന്തുണ്ടാവും മക്കളെ, ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുക, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു വിളിക്കുക. ഇനി ജനറലി നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതൊന്ന് നോക്കി വെച്ചോളട്ടെ മക്കളെ, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ആണ് ചെയ്യുക. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ആണ് ചെയ്യുക. മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് ആ സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് ആ സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. 1 കിലോഗ്രാം സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ട ഹീറ്റാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. m കിലോഗ്രാം സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ m × Lf. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് നോക്കി വെച്ചോളാം മക്കളെ. ഐസിന്റെ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് 80 കാലറി പെർ ഗ്രാം ആണ്. കണ്ടോ, ക്ലിയർ ആണ്, 80 കാലറി പെർ ഗ്രാം ആണ്. ഇനി അവർ ജൂൾ പെർ ഗ്രാമിലെ ചോദിച്ചാൽ കാലറിനെ ജൂളിലേക്ക് മാറ്റണം, × 4.2. ഇനി അവർ കിലോഗ്രാമിലെ ചോദിച്ചാൽ എന്ത് ചെയ്യണം മക്കളെ, × 1000. കേട്ടോ, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത് പഠിക്കാൻ നല്ലത് 80 കാലറി പെർ ഗ്രാം ആണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത്. ഇനി അവര് ജൂളില് ചോദിച്ചു വിചാരിക്കും, ഞാൻ ഇതൊന്നും മാറ്റിയറിയണേ. ഇനി അവര് ജൂളിൽ തന്നെ നിർബന്ധം പിടിച്ചു എന്ന് വിചാരിക്കാം. ജൂളിൽ നിർബന്ധം പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാലറിനെ ജൂളാക്കി മാറ്റണം. എന്ന് പറയുമ്പോൾ 80 × 4.2 ആണ്, അത്രയും ജൂൾ പെർ ഗ്രാം. ഇനി അവർ ഇവിടെ കിലോഗ്രാം ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ, 80 × 4.2 × 1000 ജൂൾ പെർ കിലോഗ്രാം. കേട്ടോ, ഇതാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ്. നിങ്ങൾ ഇത് പഠിക്കാൻ നല്ലത് 80 കാലറി പെർ ഗ്രാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. യെസ്, അടുത്ത് നമുക്ക് പറയാനുള്ളത് മക്കളെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എല്ലാവർക്കും അറിയാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, അല്ലെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു, ഓർമ്മിച്ച് നോക്കൂട്ടാ, റിക്വയർഡ് ടു കൺവേർട്ട് 1 കിലോഗ്രാം ലിക്വിഡ്, അല്ലെ, ലിക്വിഡ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് എഴുതും. 1 കിലോഗ്രാം ലിക്വിഡിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് മക്കളെ, ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടാണ് മാറ്റുന്നത്. അപ്പൊ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് 1 കിലോഗ്രാം ലിക്വിഡിനെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ട ഹീറ്റ് ആണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെ ഇക്വേഷൻ ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. മാസിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മക്കളെ എന്ത് വരും, മാസ് ഇൻടു ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈക്വൽ ടു ഹീറ്റ്. മക്കളെ അപ്പൊ ഈ ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് എ ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് n kilogram liquid into gas. m kilogram liquid ഗ്യാസിലേക്ക് മാറ്റുള്ള ഹീറ്റ് എത്ര മക്കളെ, m × Lv. കേട്ടോ, അപ്പൊ 1 കിലോഗ്രാം ലിക്വിഡിനാണ് Lv, 1 കിലോഗ്രാമിനാണ് Lv. കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും 1 കിലോഗ്രാം ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റാൻ Lv. m കിലോഗ്രാം ഉണ്ടെങ്കിൽ m × Lv. വളരെ സിമ്പിൾ ആണ്, m × Lv ആണ് ഹീറ്റ്. അത് എവിടെ വെച്ചിട്ട് മക്കളെ, ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടാണ്. എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ at which liquid state and gaseous state exist in equilibrium. ലിക്വിഡ് സ്റ്റേറ്റും ഗേഷ്യസ് സ്റ്റേറ്റും ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് മക്കളെ, ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റും ഗേഷ്യസ് സ്റ്റേറ്റും എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. മക്കളെ when pressure increases boiling point increases. അതാണ് നമ്മുടെ ഈ പ്രഷർ കുക്കറിലൊക്കെ കേട്ടോ. പ്രഷർ കുക്കറിൽ പ്രഷർ കൂടുതലാണ്, അപ്പൊ അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ബോയിലിംഗ് പോയിന്റ് കൂടുതലായി കഴിഞ്ഞാൽ എളുപ്പത്തിൽ സാധനങ്ങളാവും കേട്ടോ. സോ പ്രഷർ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ആ ഒരു റിലേഷൻ. ഇനി LV ഓഫ് വാട്ടർ കേട്ടോ, LV ഓഫ് വാട്ടർ മക്കളെ ശ്രദ്ധിക്കട്ടോ. LV ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്തായി മാറാൻ, സ്റ്റീം ആയിട്ട് മാറാൻ വേണ്ടത് 1 കിലോഗ്രാം, അല്ലെ 1 കിലോഗ്രാം അല്ല, നമുക്ക് അതിന് യൂണിറ്റ് പറയാം. അപ്പൊ യൂണിറ്റ് വരുമ്പോൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് 540 കലറി പെർ ഗ്രാം. എന്താ അർത്ഥം മക്കളെ, 540 കലറി വേണം 1 ഗ്രാം വെള്ളം സ്റ്റീം ആയിട്ട് മാറാൻ. അപ്പൊ 1 ഗ്രാം വെള്ളം സ്റ്റീം ആയിട്ട് മാറാൻ എത്ര വേണം മക്കളെ, 540 കലറി വേണം. സോ LV ഓഫ് വാട്ടർ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ പഠിച്ചു വെക്കണം മക്കളെ. 540, ചില ബുക്കിൽ 536 എന്നും കാണാം. 36 കറക്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി 540 കാലറി പെർ ഗ്രാം എന്ന് പറയാം. ഇനി എനിക്ക് ജൂളിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം മക്കളെ, 540 × 4.2 ജൂൾ പെർ ഗ്രാം. ഇനി അതിന് കിലോഗ്രാമിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, 540 × 4.2 × 10⁻³
10⁻³ joule per kilogram. ഇതാണ് latent heat of water, vaporization of water. കേട്ടോ, 1 കിലോഗ്രാം വെള്ളത്തിനെ സ്റ്റീം ആക്കി മാറ്റാൻ എത്ര ഹീറ്റ് വേണം? 1 ഗ്രാം വെള്ളത്തിനെ സ്റ്റീം ആക്കി മാറ്റാൻ 540 കലോറി മതി. നിങ്ങൾ 540 കലോറി പെർ ഗ്രാം എന്ന് പഠിക്കാൻ നല്ലത്, ബാക്കി നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് എന്ത് മക്കളെ? വേപ്പറൈസേഷൻ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് മക്കളെ. അതായത് നമ്മള് സാധാരണ ഈ പനിയൊക്കെ ഉള്ള സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട് അല്ലെ? അപ്പൊ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോ എന്താ സംഭവം, എന്താ ചെയ്യാ? അമ്മ വീട്ടില് നന്നായി ചൂടാക്കിയിട്ട് ഒരു വെള്ളം ഒരു ബക്കറ്റിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ അത് വളരെയധികം ചൂടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ മക്കളെ? അതിലേക്ക് പച്ചവെള്ളം മിക്സ് ചെയ്യും. അപ്പോ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ പച്ചവെള്ളം, അതായത് ടെമ്പറേച്ചർ കുറവുള്ള ഒരു ബോഡി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെൻ വി മിക്സ് ടു ബോഡീസ്, അതായത് ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറുള്ള 2 ബോഡികൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ഈസ് ഫ്ലോ ഫ്രം, ഹീറ്റ് എവിടെ നിന്ന് എവിടേക്ക് ഫ്ലോ ചെയ്യും മക്കളെ? ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. കേട്ടോ, സോ വെൻ വി മിക്സ്, വളരെ സിമ്പിൾ ആണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. വെൻ വി മിക്സ് two bodies at different temperature, ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള 2 ബോഡികൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ഫ്ലോ ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. അതായത് ചൂടുള്ള ബോഡിയിൽ നിന്ന് തണുത്ത ബോഡിയിലേക്ക് മക്കളെ ഹീറ്റ് ഫ്ലോ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ചൂടുള്ള ബോഡിയിൽ നിന്ന് തണുത്ത ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. അപ്പൊ ചൂടുള്ള ബോഡിക്ക് ഹീറ്റ് കുറച്ച് നഷ്ടപ്പെടും അല്ലെ? ഹീറ്റ് നഷ്ടപ്പെടലേ ചെയ്യുക, കാരണം ഹീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. തണുത്ത ബോഡിയിലേക്ക് പോവുക ചെയ്യാൻ. തണുത്ത ബോഡിക്ക് എന്താ ചെയ്യുക മക്കളെ? ഹീറ്റ് കിട്ടും. അപ്പൊ നമ്മൾ നോക്കുക, ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി, ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. ക്ലിയർ ആയോ? ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ കൂടുതലുള്ള ഒരു ബോഡിയും ടെമ്പറേച്ചർ കുറവുള്ള ബോഡിയും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ടെമ്പറേച്ചർ കൂടുതലുള്ള ബോഡിയിൽ നിന്ന് കുറവുള്ള ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കൂടുതലുള്ള ബോഡിക്ക് ഹീറ്റ് നഷ്ടപ്പെട്ടു. ആ ഹീറ്റ് തന്നെയായിരിക്കും ആർക്ക് കിട്ടിയിട്ടുണ്ടാവുക? ടെമ്പറേച്ചർ കുറവുള്ള ബോഡിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡിയും ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി എന്താണ് മക്കളെ? ഈക്വൽ ആണ് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് എന്ത് പറയുന്നത്? കലോറിമെട്രി പറയുന്നത്. അപ്പൊ ഈ കാര്യം നോട്ട് ചെയ്ത് നോക്കിയാൽ ഇത് വെച്ചിട്ട് 2-3 എക്സാമ്പിൾ പ്രോബ്ലംസ് നമുക്ക് ചെയ്തുതരാം. അപ്പൊ ഇത് നോട്ട് ചെയ്ത് നോക്കിയോ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. മക്കളെ നോക്കൂ, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തുതരാം. സാധാരണ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 gram ഓഫ് ഐസ് അറ്റ് 0 degree ഈസ് മിക്സ്ഡ് വിത്ത് 1 gram ഓഫ് വാട്ടർ അറ്റ് 20 degree Celsius. വാട്ട് ഈസ് ദ റിസൾട്ടിംഗ് ടെമ്പറേച്ചർ? എത്രയാണ് റിസൾട്ടിംഗ് ടെമ്പറേച്ചർ? അപ്പൊ എന്താ പറഞ്ഞേ? നോക്കൂ, 1 gram ഐസ് ഉണ്ട്. ഐസ് 1 gram ആണ്. 0 degree സെൽഷ്യസിലുള്ള ഐസാണ്. ആൻഡ് ഇറ്റ് ഫിൽഡ് വിത്ത് അല്ലെങ്കിൽ മിക്സ്ഡ് വിത്ത് 1 gram ഓഫ് വാട്ടർ. 20 degree സെൽഷ്യസ് ഉള്ള 1 gram ഓഫ് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിരിക്കുന്നു. അപ്പൊ മക്കളെ, ആരാ ഹോട്ട് ബോഡി? ഈ കേസിൽ വാട്ടർ ആണ് ഹോട്ട് ബോഡി, സംശയമില്ലല്ലോ. വാട്ടർ ആണ് ഹോട്ട് ബോഡി. അപ്പൊ ആർക്കാ ഹീറ്റ് നഷ്ടപ്പെടുക? വാട്ടറിനാണ് നഷ്ടപ്പെടുക. വാട്ടറിന്റെ ഹീറ്റ് നഷ്ടപ്പെട്ട് എത്ര ടെമ്പറേച്ചർ വരെ പോകാൻ പറ്റും മക്കളെ? 20 degree ആണ് ഇപ്പൊ ഉള്ളത്. അതിൽ നിന്ന് കുറഞ്ഞു 0 degree വരെ പോകാൻ പറ്റും. ശരിയല്ലേ മക്കളെ? 0 degree വരെ പോവാം. -1 പോവാൻ പറ്റും. നിങ്ങൾ എഴുതി വെക്കരുത് കേട്ടോ. നിങ്ങൾ നമ്മുടെ തലയും കൂടിയും കുറച്ചുകൂടി എന്ത് ചെയ്യണം? ഇവിടെ യൂസ് ചെയ്യണം. അതായത് 0 degree ഉള്ള ഐസ് ചേർത്തിട്ട് നമുക്ക് മൈനസിലേക്ക് പോകാൻ പറ്റുന്നു നിങ്ങൾ എന്ത് ചെയ്യരുത്? എഴുതി വെക്കരുത്. അപ്പോ വെള്ളത്തിന് 20 degree നിന്ന് എവിടം വരെ പോവാം മക്കളെ? 0 degree വരെ പോവാം. സോ വാട്ട് ഈസ് ദ ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ? മാക്സിമം ഉണ്ടോ? ഹീറ്റ് കണ്ടന്റ് എന്ന് എഴുതാൻ നല്ലത് ശരിക്കും. ലോസ്റ്റ് ബൈ വാട്ടർ എന്നേക്കാളും നല്ലത് ഹീറ്റ് കണ്ടന്റ്. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ എന്നും നിങ്ങൾ പറയാം. ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ മക്കളെ 20 degree നിന്ന് എത്രയിലേക്ക് പോകണം മക്കളെ? 0 degree വരെ പോകാനേ പറ്റുള്ളൂ. അപ്പോ ഹീറ്റ് ലോസ്റ്റിന്റെ ഇക്വേഷൻ MC ഡെൽറ്റ T നമുക്കറിയാം. ആർക്കാ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് പോവാണ് ചെയ്യണം, 20 നിന്ന് 0 ആവാ ചെയ്യണം. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹീറ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന MC ഡെൽറ്റ T ആണ്. അപ്പൊ എത്ര മാസാണ് എടുത്തേ? 1 gram ആണ് മാസം എടുത്തേ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ മക്കളെ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ കലോറിയിൽ പറയണത് എളുപ്പം, കാരണം ഇവിടെ ഗ്രാമിലാണ് മാസം എന്നാണ്.
കലോറിയിൽ പറയുമ്പോൾ 1 കലോറിയാണ് ഈ സ്പെസിഫിക് ഹീറ്റ് അല്ലെ, 1 കലോറിയാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 1 കലോറി പെർ ഗ്രാം ഇൻറ്റു ഡെൽറ്റ ടി. ടെമ്പറേച്ചർ എത്ര മക്കളെ? 20 നിന്ന് 0 വരെ പോകാൻ പറ്റും, അപ്പൊ 20. സോ ഹീറ്റ് കണ്ടന്റ്, അതായത് ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ ആ വെള്ളത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഹീറ്റ് എന്ന് പറയുന്നത് MC ഡെൽറ്റ ടി ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടെടുത്ത് 20 കാലറിയാണ്. 20 കാലറിയാണ് കൊടുക്കാൻ പറ്റുക. ആർക്കാ കൊടുക്കാൻ പറ്റുക? ഐസിനാണ് കൊടുക്കാൻ പറ്റുക അല്ലെ. 20 കാലറി ഐസ് വാങ്ങിക്കുന്നു. ഐസ് ആദ്യം ഉരുകണം അല്ലെ, ഐസ് ആദ്യം ഉരുകണം, എന്നിട്ട് ആ ടെമ്പറേച്ചർ കൂടെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. യൂസ് യുവർ ബ്രെയിൻ. നമ്മൾ പഠിപ്പിച്ചല്ല, ഐസ് 0 ഡിഗ്രിയിൽ എത്തിയിട്ട് നിൽക്കുക. ഐസ് ഓൾറെഡി 0 ഡിഗ്രിയിലാണ്. ആ 0 ഡിഗ്രിയിലുള്ള ഐസ് ആദ്യം ഉരുകാണ് വേണ്ടത്. അപ്പൊ ഐസ് ഉരുകണമെങ്കിൽ എത്ര ഹീറ്റ് വേണം? കേട്ടോ, ഐസ് ഉരുകണമെങ്കിൽ സോ എമൗണ്ട് ഓഫ് ഐസ് മെൽറ്റഡ്, എമൗണ്ട് ഓഫ് ഐസ് മെൽറ്റഡ്. നമ്മൾ ഐസ് ഉരുകുന്ന കേസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഉരുകുന്ന കേസ് നമ്മൾ എന്താ ഇക്വേഷൻ? ഹീറ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാ. ഉരുകുന്ന കേസിൽ ഇക്വേഷൻ ഹീറ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എത്ര ഹീറ്റാ സപ്പോർട്ട് ചെയ്യണമല്ലോ? 20 കാലറി. ഈ ഐസിന് ഉരുകാനുള്ള ഹീറ്റ് എവിടെ നിന്ന് കിട്ടണ്ടേ? വെള്ളത്തിൽ നിന്ന് കിട്ടണം. അപ്പൊ വെള്ളത്തിന് ആ കൂടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഹീറ്റ് എത്രയാ മക്കളെ? 20 കാലറിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? 20 കാലറി ഹീറ്റാണ് നമ്മുടെ ആകൂടിയുള്ളൂ. 20 കാലറി ഇൻറ്റു മാസ്. നമുക്ക് തൽക്കാലം ഉരുകുന്ന മാസം എത്രയാണ് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാണ് മക്കളെ? ഐസിന്റെ 80 ആണ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാണ് മക്കളെ? ഐസിന്റെ 80 ആണ്. അപ്പൊ 80 കാലറി കിട്ടിയാലാണ് 1 ഗ്രാം അലിയുള്ളൂ. അതല്ലേ എന്റെ അർത്ഥം? 80 കാലറി കിട്ടിയാലേ 1 ഗ്രാം അലിയുള്ളൂ. അതല്ലേ എന്റെ അർത്ഥം? 80 കാലറിയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. 1 ഗ്രാമിന് 80 കാലറി വേണം. നമുക്കിവിടെ ആകെ എത്രയുള്ളൂ മക്കളെ? 20 ഉള്ളൂ. അപ്പൊ എത്ര മാസ് അലിഞ്ഞു പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മാസം അലിഞ്ഞു പോകും? മാസ് M ഈക്വൽ ടു, ഇവിടെ 1 ഗ്രാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് മക്കളെ. ഇവിടെ 1 ഗ്രാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എത്ര മാസം അലിഞ്ഞു പോകുന്നു നിങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോ നിങ്ങൾ പറയാണ്, അയ്യോ ഐസിന്റെ ഗ്രാം നമുക്ക് തന്നിട്ടല്ലോ, ഐസിന്റെ മാസം 1 ഗ്രാം തന്നിട്ടല്ലോ, അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നിങ്ങൾ ചോദിക്കരുത്. കാരണം ഇവിടെ ഈ മാസം എന്ന് പറയുന്നത് ഉരുകി പോകുന്ന ഐസിന്റെ മാസമാണ്. 1 ഗ്രാം മൊത്തമായിട്ട് ഉരുകുന്ന നമ്മളുടെ ആരോഗ്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എത്ര മാസമാണ് ഉരുകുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ മക്കളെ? കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ എമൗണ്ട് ഓഫ് മാസ്, എമൗണ്ട് ഓഫ് ഐസ് മെൽറ്റഡ് M ഈക്വൽ ടു 20/80 ഈക്വൽ ടു 1/4 ഗ്രാം. അപ്പോ ഈ വെള്ളത്തിന്റെ കണ്ടന്റ് എത്ര? 20 കാലറിയാണ്. അപ്പൊ വെള്ളം 20 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രി വരെ എത്തുമ്പോൾ പുറത്തു വിടുന്ന ഹീറ്റ് എത്രയാ? 20 കാലറിയാണ്. ആ 20 കാലറിയുടെ എത്ര ഐസ് ഉരുകുള്ളൂ മക്കളെ? 1/4 ഗ്രാം ഐസ് ഉരുകുള്ളൂ. മൊത്തമായിട്ട് ഐസ് ഉരുകാനുള്ള ഹീറ്റ് ഉണ്ടോ? ഇത് ഇങ്ങനെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണ്ട. 1 ഗ്രാം ഐസ് ഉരുകാൻ 80 വേണം. 1 ഗ്രാം ഐസ് ഉരുകാൻ 80 വേണം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമുക്ക് ആകെ എത്ര കിട്ടുള്ളൂ? 20 കിട്ടുള്ളൂ. അപ്പൊ തന്നെ തലയ്ക്ക് ബോധമുള്ള മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാലോ. 1/4 ഗ്രാം അല്ലേ ഉരുകുള്ളൂ. അപ്പൊ ഐസ് എത്ര ഉരുകുള്ളൂ മക്കളെ? 1/4 ഉരുകുള്ളൂ. അപ്പൊ ഐസ് 1/4 ഉരുകി. സോ റിമൈനിങ് ഐസ് എത്രയാ? അങ്ങനെ ചോദിച്ചിട്ടില്ല. അത് പക്ഷെ നമുക്ക് എന്തായാലും വെറുതെ പറയാം. റിമൈനിങ് ഐസ് എത്രയാ മക്കളെ? എത്ര ഐസ് ബാക്കിയുണ്ട്? 1 ഗ്രാം വരെ വെച്ച് തുടങ്ങിയത് 1/4 ഉരുകിയുള്ളൂ. അപ്പൊ എത്ര ഐസ് ബാക്കിയുണ്ട് മക്കളെ? 3/4 ഗ്രാം ഐസ് ബാക്കിയുണ്ട്. കേട്ടോ, അപ്പൊ അതിൽ എത്ര ഐസ് ബാക്കിയുണ്ടെന്ന് ചോദിച്ചിട്ടില്ല ഇവിടെ. ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 3/4 ഗ്രാം ഐസ് ബാക്കിയുണ്ട്. അപ്പൊ എത്ര വെള്ളം ഉണ്ടാവും മക്കളെ? വാട്ടർ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളം ഉണ്ടാവും? നേരത്തെ 1 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു അല്ലെ? 1 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഒരു 1/4 ഗ്രാമും കൂടി എന്ത് ചെയ്തു മാറി? വെള്ളമായിട്ട് മാറി. അപ്പൊ 1 ഗ്രാം പ്ലസ് 1/4 ഗ്രാം 5/4 ഗ്രാം വെള്ളം ഉണ്ടാവും. ഇപ്പോ 5/4 ഗ്രാം എന്തുണ്ടാവും മക്കളെ? അതിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ ഫുൾ ആയിട്ട് ഐസ് മെൽറ്റ് ആയോ? ഫുൾ ആയിട്ട് ഐസ് മെൽറ്റ് ആയോ? ഇല്ല. ഫുൾ ആയിട്ട് ഐസ് മെൽറ്റ് ആയില്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഐസ് കുറച്ച് ബാക്കി നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? 0 ഡിഗ്രി സെൽഷ്യസ്. സോ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ടെമ്പറേച്ചർ? റിസൾട്ടിംഗ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 ഡിഗ്രി സെൽഷ്യസ്. കാരണം ഫുൾ ഐസ് എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. ഫുൾ ഐസ് മാറാത്തിടത്തോളം കാലം ടെമ്പറേച്ചറിൽ ഇറക്കം ഉണ്ടാകില്ല. ക്ലിയർ ആയില്ലേ? ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. റൈറ്റ്. യെസ്. ഇനി പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ വേണ്ടി നമുക്ക് നോക്കാം. 1 ഗ്രാം ഓഫ് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് is mixed with 1 gram of ice at 0 degree Celsius. കേട്ടോ, 1 ഗ്രാം സ്റ്റീം എന്ത് ചെയ്യുന്നു മക്കളെ? 100 ഡിഗ്രി സെൽഷ്യസിലുണ്ട്. അത് എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. എന്തായിട്ട് മിക്സ് ചെയ്യുന്നു മക്കളെ? 1 ഗ്രാം ഐസ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ റിസൾട്ടിംഗ് ടെമ്പറേച്ചർ? വാട്ട് ഈസ് ദ റിസൾട്ടിംഗ് ടെമ്പറേച്ചർ എന്നാണ് ചോദ്യം. കേട്ടോ, എത്രയാണ് അതിന്റെ ടെമ്പറേച്ചർ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടെ ആരാ ഹോട്ട് ബോഡി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്? ഹോട്ട് ബോഡി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് സ്റ്റീമാണ് അല്ലെ? സ്റ്റീമാണ് നമുക്ക് ഹോട്ട് ബോഡി എടുക്കണ്ടേ.
മക്കളെ സ്റ്റീം എത്ര ഡിഗ്രിയിലാ? 100 ഡിഗ്രി സെൽഷ്യസിലാ, 1 ഗ്രാം. അപ്പോ സ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവി എന്ന് നമുക്ക് മലയാളത്തിൽ പറയും. അപ്പൊ ആവി കുറച്ച് ഹീറ്റിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറും കേട്ടോ, അത് വെള്ളമായിട്ട് മാറും. മക്കളെ നോക്കൂ, 1 ഗ്രാം വെള്ളത്തിന് നോക്കൂട്ടോ മക്കളെ, 1 ഗ്രാം വാട്ടറിനെ സ്റ്റീം ആക്കി മാറ്റാൻ എത്ര ഹീറ്റ് വേണ്ടി വന്നേ? 1 ഗ്രാം വാട്ടറിനെ സ്റ്റീം ആക്കി മാറ്റാൻ LV, അതായത് 540 കാലറി പെർ ഗ്രാം എന്ന് നമ്മൾ പറഞ്ഞു. 1 ഗ്രാം വെള്ളത്തിനെ സ്റ്റീം ആക്കി മാറ്റാൻ 540 കാലറി, അത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. മക്കളെ തിരിച്ച് സ്റ്റീം വെള്ളമായിട്ട് മാറുമ്പോഴും ഇതേപോലെ 540 കാലറി വരും. സ്റ്റീം വെള്ളമായിട്ട് മാറുമ്പോഴും ഇതേപോലെ എന്ത് വരും മക്കളെ? 540 കാലറി തിരിച്ചു വരും. അപ്പൊ വെള്ളത്തിനെ സ്റ്റീം ആക്കി മാറ്റാൻ നമ്മൾ 540 കാലറി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റീമിനെ തിരിച്ച് വെള്ളമാക്കി മാറുമ്പോൾ സംഭവിക്കും മക്കളെ? 540 കാലറി തിരിച്ച് തരും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഈ സ്റ്റീമാണ് നമ്മുടെ ഹോട്ട് ബോഡി. സ്റ്റീം എന്തായിട്ട് മാറി? ഹീറ്റ് ലോസ് ചെയ്തിട്ട് സ്റ്റീം എന്തായിട്ട് മാറി എന്നിരിക്കുക? സ്റ്റീം വെള്ളമായി മാറി എന്നിരിക്കുക. എത്ര ഡിഗ്രിയിലുള്ള വെള്ളം തന്നെയായിട്ട് മാറി മക്കളെ? 100 ഡിഗ്രിയിലുള്ള വെള്ളം. അപ്പൊ ടെമ്പറേച്ചർ മാറിയിട്ടില്ല, സ്റ്റേറ്റ് മാത്രം മാറിയിട്ടുള്ളൂ. അപ്പൊ വേപ്പർ സ്റ്റേറ്റിലുള്ള സ്റ്റീം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സ്റ്റീം, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളമായി മാറുന്നു അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പൊ ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. വെള്ളം സ്റ്റീമായി മാറാൻ 540 കാലറി കൊടുത്തെങ്കിൽ സ്റ്റീം വെള്ളമായി മാറുമ്പോൾ എത്ര പുറത്തു വിടും മക്കളെ? 540 കാലറി പുറത്തു വിടും. ഇസ് ദാറ്റ് ക്ലിയർ? 540 കാലറി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? അവര് പുറത്തു വിടും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് കിട്ടി. അപ്പൊ വെള്ളമായിട്ട് മാറി. എത്രയായിട്ട് മാറി മക്കളെ? 540 കാലറി ആയിട്ട് മാറി. ഇനി അപ്പൊ വെള്ളമായിട്ട് മാറിയിട്ടാ, സ്റ്റീം വെള്ളമായിട്ട് മാറി. അപ്പൊ സ്റ്റീം വെള്ളമായിട്ട് മാറുമ്പോൾ എത്ര കാലറി പുറത്തു വിട്ടു? 540. ഈ 540 കാലറിയാണ് ആർക്ക് കിട്ടുന്നത്? ഐസിന് കിട്ടുന്നത്. ഈ 540 കാലറിയാണ് ആർക്ക് കിട്ടുന്നത് മക്കളെ? മിക്സ്ഡ് വിത്ത് 1 ഗ്രാം ഓഫ് ഐസ് ഇട്ടാ, സോറി ഐസിന് കിട്ടുന്നത്. അപ്പൊ ഈ 540 വെച്ചിട്ട് ഐസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് നോക്കാം. ഐസ് ആദ്യം ഉരുകണം അല്ലെ? ഐസ് ആദ്യം ഉരുകണം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്താ മക്കളെ? സ്റ്റെപ്പ് 1. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് 1 നോക്കണം. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണം? ഐസ് മെൽറ്റ് ആവണം മക്കളെ. ഐസ് മെൽറ്റ് ആവാൻ എത്ര ഹീറ്റ് വേണം? ഹീറ്റ് ഈസ് ഈക്വൽ ടു 1 ഗ്രാം ഐസ് അല്ലേ? 1 ഗ്രാം ഐസ് മെൽറ്റ് ആവാൻ എത്ര വേണ്ടോ? 80 കാലറി മതി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1 ഗ്രാം ഐസ് മെൽറ്റായി എന്താ വെള്ളമായി മാറാൻ 80 കാലറി. അപ്പൊ ഐസ് മെൽറ്റായി മാറാം. ഐസ് മെൽറ്റായി വെള്ളം ഉണ്ടാവും. വെള്ളം എത്ര ഡിഗ്രിയിലുണ്ടാവും? 0 ഡിഗ്രിയിലുണ്ടാവും അല്ലെ? കാരണം ഐസ് 0 ഡിഗ്രിയിലാണ്. അപ്പൊ ഐസ് 0 ഡിഗ്രിയിലുള്ള ഐസ് ഉരുകി വെള്ളം 0 ഡിഗ്രിയിൽ ഉണ്ടാവാൻ എത്ര കാലറി വേണം മക്കളെ? 80 കാലറി. ഇത് ഉരുകാൻ. ഇനി സ്റ്റെപ്പ് 2. അപ്പൊ ഉരുകി വെള്ളമായി. ഇനി ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എത്രയാ? ഉരുകി ഉണ്ടായ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എത്രയാ? 0. കാരണം ഐസ് ഉരുകിട്ട വെള്ളം ഉണ്ടായത്. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ 0 ആണ്. ആ 0 എന്ത് ചെയ്യുന്നുണ്ട്? 100 ഡിഗ്രിയിലേക്ക് പോകാൻ എത്ര ഹീറ്റ് വേണം? അപ്പൊ രണ്ടാമത്തെ ടെമ്പറേച്ചർ ഐസ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു മക്കളെ? 100 ഡിഗ്രി റൈസ് ചെയ്യാൻ എത്ര ടെമ്പറേച്ചർ ഹീറ്റ് വേണം എന്ന് വെച്ചാൽ ഹീറ്റ് ഈക്വൽ ടു MC ഡെൽറ്റ ടി. ടെമ്പറേച്ചർ റൈസ് ചെയ്യാനുള്ള ഹീറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് MC ഡെൽറ്റ ടി ഇക്വേഷൻ വെച്ചത്. മാസ് 1 ഗ്രാം ആണ്. C1 ആണ്. കാലറിയിൽ നമ്മൾ എഴുതുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് 1 കാലറി പെർ ഗ്രാം ആണ്. ഡെൽറ്റ ടി 100 ആണ്. സോ 100 കാലറിയാണ് നമുക്ക് വേണ്ടത് മക്കളെ ഹീറ്റ്. 1 ഗ്രാം വെള്ളം 100 ഡിഗ്രിക്ക് മാറും. അപ്പൊ ആദ്യം ഐസ് ഉരുകാൻ വേണ്ടി 80, പിന്നെ ആ ഐസ് ഉരുക്കിണ്ടാവുന്ന വെള്ളം 100 ഡിഗ്രിക്ക് എത്താൻ 100. അപ്പൊ മൊത്തം എത്ര വന്നു മക്കളെ? 180 കാലറി യൂസ് ചെയ്തു. അപ്പൊ 180 കാലറി യൂസ് ചെയ്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഐസ് ഉരുകും ചെയ്തു, ഐസ് ആ വെള്ളം തിരികെ എത്തും ചെയ്തു മക്കളെ, 100 ഡിഗ്രിയിലേക്ക് എത്തും ചെയ്തു. ക്ലിയർ? ഐസ് ഉരുകും ചെയ്തു, ആ വെള്ളം എന്ത് ചെയ്തു മക്കളെ? 100 ഡിഗ്രിയിലേക്ക് എത്തും ചെയ്തു. ക്ലിയർ ആയോ? യെസ്. ഇനി ബാക്കി എത്രയുണ്ട്? അപ്പോ ബാക്കി എത്ര? 540 ഉണ്ട്. ബാക്കി ശരിക്കുള്ളത് 540 ആണ്. അല്ല ശരി, ബാക്കിയല്ല, ശരിക്കും കിട്ടിയത് എത്രയാ? 540 ആണ്. അതിൽ 80ഉം 100 ഇവിടെ പോയി കേട്ടോ. അപ്പൊ എത്ര പോയി മക്കളെ? 540 100 പോയി കഴിഞ്ഞാൽ 440, 80 പോയി കഴിഞ്ഞാൽ മക്കളെ 360. അപ്പൊ റിമൈനിങ് ഹീറ്റ് എത്രയാണെന്നാണ്? റിമൈനിങ് ഹീറ്റ് 360 കാലറി ഉണ്ട്. റിമൈനിങ് ഹീറ്റ് 360 കാലറി ഉണ്ട്. അപ്പൊ 360 കാലറി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോഴേക്ക് ഈ വെള്ളം അവിടേക്ക് എത്തി, 100 ഡിഗ്രിയിലേക്ക് എത്തി. ഇനി വെള്ളത്തിന് എന്ത് ചെയ്യാനുള്ള വകുപ്പുള്ളൂ മക്കളെ? ഇനി വെള്ളത്തിന് എന്ത് ചെയ്യാനുള്ള വകുപ്പുള്ളൂ? 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം എന്താ ചെയ്യാലോ? വേപ്പറായി മാറുള്ളൂ. അപ്പൊ എത്ര മാസ് വേപ്പറായി മാറും? മാസ് ഓഫ് വാട്ടർ ഗെറ്റ് വേപ്പറൈസ്ഡ്. എത്ര മാസ് ഇനി വെള്ളം വേപ്പറായിട്ട് മാറും നമുക്ക് നോക്കണം. എത്ര മാസ് വെള്ളം വേപ്പറായിട്ട് മാറും? സോ മാസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഹീറ്റ് ഡിവൈഡഡ് ബൈ ലാറ്റന്റ് ഹീറ്റ്. ഹീറ്റ് ഡിവൈഡഡ് ബൈ ലാറ്റന്റ് ഹീറ്റ് എന്ന് എഴുതാം.
അതിന് ബാക്കിയുള്ള ഹീറ്റ് എത്രയാണ് മക്കളെ? 360 കേട്ടോ. കാര്യം 540 ആദ്യം കിട്ടി, സ്റ്റീം വെള്ളമായി മാറി. ഇപ്പൊ 540 കിട്ടിയെങ്കിലും ആ 540 80 ഐസ് വെള്ളാവാൻ യൂസ് ചെയ്തു. വെള്ളം വീണ്ടും 100 ഡിഗ്രി എത്താൻ വീണ്ടും 100 യൂസ് ചെയ്തു. ബാക്കി 360 ഉള്ളൂ. ഈ 360 വെച്ചിട്ട് വേണം ഇനി എന്തായി മാറാൻ? ആ വെള്ളമായിട്ടുള്ള ഐസ് സ്റ്റീം ആയിട്ട് മാറാൻ. അപ്പൊ എത്ര ഹീറ്റ് വരുന്ന മക്കളെ? 360/540. 360/540 മക്കളെ 0 വെട്ടി കളഞ്ഞു. 18 36. യെസ്, ഇറ്റ് ഈസ് മാസ് ഈസ് ഈക്വൽ ടു 2/3 അല്ലെ? 2/3. അപ്പൊ 2/3 ഗ്രാം എന്തായിട്ട് മാറും മക്കളെ? തിരിച്ച് വേപ്പറായിട്ട് മാറും. തിരിച്ചെന്തായിട്ട് മാറും മക്കളെ? വേപ്പറായിട്ട് മാറും. അപ്പൊ വേപ്പറായിട്ട് മാറാൻ എത്ര ഗ്രാം മാറും മക്കളെ? 2/3 ഗ്രാം മാറും. ക്ലിയർ ആയില്ലേ? അപ്പൊ 2/3 ഗ്രാം തിരിച്ചെന്തായിട്ട് മാറും മക്കളെ? വേപ്പറായിട്ട് മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. യെസ്, ഇത് നോട്ട് ചെയ്തോളൂ. യെസ് മക്കളെ, നോട്ട് ചെയ്തില്ലേ? യെസ്, കഴിഞ്ഞിട്ടില്ല നമ്മൾ നോട്ട് ചെയ്തില്ലേ? അപ്പൊ എത്ര ഗ്രാം ഉള്ള ഇതായിട്ട് മാറും മക്കളെ? 2/3 ഗ്രാം വേപ്പറായിട്ട് മാറും. ക്ലിയർ ആയില്ലേ? അപ്പോ അവിടെ ഇനി എത്ര വേപ്പർ ഉണ്ട്, എത്ര വെള്ളം ഉണ്ട് നോക്കാം. ഓക്കെ, എത്ര വെള്ളം ഉണ്ട് നോക്കാം. മക്കളെ നോക്കൂ നിങ്ങൾ. ആദ്യം നമ്മൾ 1 ഗ്രാം സ്റ്റീം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേക്കെ കേട്ടാ, 1 ഗ്രാം സ്റ്റീം ഉണ്ടായിരുന്നു. ആ സ്റ്റീമിനെ ആദ്യം നമ്മൾ എന്താക്കി മാറ്റി മക്കളെ? വെള്ളമാക്കി മാറ്റി. എത്ര ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു? 1 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഉണ്ടാക്കി മാറ്റിയപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 540 കലറി പുറത്തു വന്നത്. 540 കലറി പുറത്തു വന്നത്. ഇതൊക്കെ പറഞ്ഞതാ. 540 കലറി ആ സ്റ്റീം വെള്ളമായി മാറിയപ്പോഴാണ് പുറത്തു വന്നത്. ഈ 540 കലറി യൂസ് ചെയ്തിട്ടാണ് 1 ഗ്രാം ഐസിനെ നമ്മൾ എന്താക്കി മാറ്റി മക്കളെ? വെള്ളമാക്കി മാറ്റി. 1 ഗ്രാം ഐസിനെ നമ്മൾ വെള്ളമാക്കി മാറ്റി. 1 ഗ്രാം വെള്ളമാക്കി മാറ്റി. അതില് 2/3 ഗ്രാമിനെ എന്ത് ചെയ്തു മക്കളെ? വീണ്ടും വേപ്പറാക്കി മാറ്റി. 2/3 ഗ്രാമിനെ നമ്മൾ വീണ്ടും വേപ്പറമാക്കി മാറ്റി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, 1 ഗ്രാം സ്റ്റീമിനെ നമ്മൾ വെള്ളമാക്കി മാറ്റി, 1 ഗ്രാം വെള്ളമാക്കി മാറ്റി. അങ്ങനെ പുറത്ത് വിട്ട 540 വെച്ചിട്ടാണ് 1 ഗ്രാം ഐസിനെ ആദ്യം വെള്ളമാക്കി മാറ്റിയിട്ട് പിന്നെ അതിൽ കുറച്ച് ഭാഗത്തിനെ, എത്ര ഭാഗത്തിനെ? 2/3 ഗ്രാമിനെ വേപ്പറാക്കി മാറ്റി. അപ്പൊ ഇനി എത്ര വേപ്പർ ഉള്ളു അവിടെ എത്ര വേപ്പർ ഉള്ളത്? സോ മാസ് ഓഫ് വേപ്പർ, മാസ് ഓഫ് സ്റ്റീം. അവിടെ ഇനി എത്ര സ്റ്റീം ഉണ്ട് മക്കളെ? എത്ര സ്റ്റീം ഉള്ളോ? ഈ സ്റ്റീം ഉണ്ടാ? ഇല്ല. ഈ സ്റ്റീം വെള്ളമായിട്ട് മാറി. 1 ഗ്രാം സ്റ്റീം വെള്ളമായി മാറിയപ്പോഴാണ് 540 പുറത്തു വിട്ടത്. ആ 540 വെച്ചിട്ടാണ് ഐസ് ഉരുകി ചെയ്ത്. ആ ഐസിനെ ഉരുകി വെള്ളത്തിനെ 100 ഡിഗ്രി എത്തി ഈ 2/3 ഗ്രാമിനെ വേപ്പറാക്കി മാറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ മാസ് ഓഫ് വേപ്പർ സ്റ്റീം അവിടെ ബാക്കിയുള്ളത് എത്രയാ? 2/3 ഗ്രാം മാത്രം സ്റ്റീം ബാക്കിയുള്ളൂ. ഈ സ്റ്റീം വെള്ളമായിട്ട് മാറി കഴിഞ്ഞുട്ടാ. അപ്പൊ പുതുതായിട്ടുണ്ടായ 2/3 ഗ്രാം സ്റ്റീം ആണ് അവിടെ മാസ് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത്. മാസ് ഓഫ് വാട്ടർ എത്രയാ മക്കൾ? അവിടെ മാസ് ഓഫ് വാട്ടർ, വെള്ളം എത്രയാ വരിക മക്കളെ? നോക്കൂ, വെള്ളം എത്രയാ വരിക? മൊത്തം 2 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു അല്ലെ? ഈ സ്റ്റീം വെള്ളമായി മാറിയപ്പോൾ 1 ഗ്രാമും ഐസ് വെള്ളമായി മാറിയപ്പോൾ 1 ഗ്രാമും, അങ്ങനെ മൊത്തം 2 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു. 2 ഗ്രാമിൽ നിന്ന് 2/3 ഗ്രാം സ്റ്റീമായി മാറിയപ്പോൾ 2 - 2/3, അതായത് 4/3 ഗ്രാം വെള്ളം ഉണ്ട് അവിടെ. ഇപ്പൊ അവിടെ എത്ര വെള്ളം ഉണ്ട് മക്കളെ? 4/3 ഗ്രാം വെള്ളം ഉണ്ട്. അവിടെ എത്ര സ്റ്റീം ഉണ്ട്? 2/3 ഗ്രാം സ്റ്റീം ഉണ്ട് കേട്ടോ. അപ്പോ സ്റ്റീം ഉണ്ടാകുന്നുണ്ട് അല്ലെ? സ്റ്റീം ഉണ്ടായിട്ടുണ്ട്. ഈ സ്റ്റീം ഉണ്ടാവണമെങ്കിൽ എത്ര ഡിഗ്രി വേണം മക്കളെ? 100 ഡിഗ്രി സെൽഷ്യസ് വേണം അല്ലെ? സ്റ്റീം ഫോം ചെയ്യണമെങ്കിൽ തന്നെ അവിടെ 100 ഡിഗ്രി സെൽഷ്യസ് വേണം. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലേ സ്റ്റീം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ സ്റ്റീം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കോമ്പിനേഷന്റെ ആ റിസൾട്ടന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 100 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ 1 ഗ്രാം സ്റ്റീമിനെ 1 ഗ്രാം ഐസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, മിക്സ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടന്റ് ടെമ്പറേച്ചർ എത്രയാ മക്കളെ? 100 ഡിഗ്രിയാണ്. മാസ് ഓഫ് സ്റ്റീം എത്രയാ? 2/3 ഗ്രാം ആണ്. മാസ് ഓഫ് വാട്ടർ എത്രയാ? 4/3 ഗ്രാം ആണ്. ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ സ്റ്റീം ഇല്ലാതെ ആയി. ഈ സ്റ്റീം എന്തായി മാറി? വെള്ളമായി മാറിയപ്പോൾ ഉണ്ടായ 540. അപ്പൊ അത് വെള്ളമായി മാറിയിട്ടാ, ശ്രദ്ധിച്ചോളൂ. വെള്ളമായി മാറിയപ്പോൾ ഉണ്ടാവുന്ന 540 വെച്ചിട്ടാണ് ഐസ് ഉരുകി വെള്ളമായി മാറി. ആ വെള്ളം 100 ഡിഗ്രിയിലേക്ക് ചൂടായി. എന്നിട്ട് 2/3 ഗ്രാം എന്തായി മാറി? വേപ്പറായിട്ട് മാറി കേട്ടോ. അപ്പൊ മൊത്തത്തിൽ അവിടെ ഇനി വേപ്പർ ഉള്ളത് എത്രയുള്ളൂ? ഇവിടെ ഉണ്ടായി 2/3 ഗ്രാം മാത്രം മൊത്തത്തിൽ വേപ്പർ ഉള്ളൂ. ഇവിടെ ഈ വേപ്പർ എന്തായിട്ട് മാറി കഴിഞ്ഞു? വെള്ളമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര വെള്ളം ഉണ്ടായിരുന്നു മക്കളെ? 2 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നു. അതിൽ 2/3 വേപ്പറായി മാറിയെങ്കിൽ ബാക്കി എത്ര വരും? 4/3 ഗ്രാം വെള്ളം വരും. അപ്പൊ സ്റ്റീം എത്രയാണ് അവിടെ? ബാക്കിയുള്ള സ്റ്റീം എത്രയാണെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. ബാക്കി അവിടെ ഉണ്ടായ വെള്ളം എത്രയാണെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. റിസൾട്ടന്റ് ടെമ്പറേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ 100 ആണ്. എങ്ങനെയാണ് റിസൾട്ട് ടെമ്പറേച്ചർ 100 കിട്ടിയെന്ന് അറിയോ? സ്റ്റീം ഉണ്ടാവണമെങ്കിൽ 100 വേണമല്ലോ. സ്റ്റീം ഉണ്ടാവണമെങ്കിൽ 100 എത്തിയിട്ടാണല്ലോ സ്റ്റീം ഉണ്ടാവുക. അപ്പൊ അവിടെ സ്റ്റീമിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് മക്കളെ? റിസൾട്ടന്റ് ടെമ്പറേച്ചർ 100 ഡിഗ്രിയാണ്. യെസ്, ഈ 2 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക? നോക്കി വെക്കുക, പഠിക്കുക. റൈറ്റ്, നോട്ട് ചെയ്തോളൂ.